പെറ്റ് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് ഐറ്റം ഉണ്ടാക്കി കൊടുത്ത പോലെ നടുക്കൊന്ന് നീരും ചുറ്റും അതുപോലെ തന്നെ കജിന്റെയും കാലിന്റെയും മുട്ടിന്റെ ഒക്കെ വേദനയൊക്കെ മാറി കിട്ടും. പക്ഷേ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും ചെറിയ ഉള്ളിയും കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം ചേർക്കുക. മല്ലിപ്പൊടി മുളകും പൊടി മസാല ആയിട്ടൊന്നും ചേർക്കാനും പാടില്ല. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഇത് ഉണ്ടാക്കുന്ന ദിവസം മരുവും വരികയാണെങ്കിൽ മരുവനും കൊടുക്കുക. പക്ഷേ രാത്രി അവിടെ നിൽക്കാൻ അയക്കരുത്. അപ്പൊ ഇതൊന്ന് പരിശോധിക്കും, കുട്ടികളെ തടിമ പിടിച്ചോട്ടെ. മുത്തുമണികളെ എന്താ പാടുക? അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വീഡിയോ അവസാനം വരെ കാണാൻ. ഇന്നത്തെ ഐറ്റം ആടിന്റെ കജ്ജും കാലും കൗത്തുള്ള ഒരു പായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കജ്ജും കാലൊക്കെ ഇതേമാതിരി വെച്ച് പൊളിച്ച് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൗത്തി നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് പൊടി പൊടിയായിട്ട് കട്ടുകയും ചെയ്തിട്ടുണ്ട്. പായ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ കാലിമത്തും കജ്ജുമത്തും തൊലി കളയാൻ പാടില്ല. അങ്ങനത്തെ രോമം കരിച്ച് കളഞ്ഞിട്ട് ഉണ്ടാക്കല്. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കോലത്തിലാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മൾ ആടിന്റെ കജ്ജും കാലും വെട്ടുമ്പോൾ വിരലിന്റെ തുറച്ച് മേലേക്ക് ഇതേമാതിരി വെട്ടിക്കഴിഞ്ഞാൽ 2 പുളിയേറ്റിന് കിട്ടും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എരിവും പുളിയൊക്കെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള മജ്ജി നെജ്ജൊക്കെ പുറത്തിറങ്ങിയിട്ട് സംഭവം നല്ല ഉസാറായി കേട്ടോ. അപ്പൊ അതിനുള്ള വെളുത്തുള്ളി നമുക്ക് എണ്ണിയൊക്കെ 2, 4, 6, 8, 10, 12, 14, 16, 17, 17 വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ണത്തിൽ 2 ഇഞ്ച് നീളത്തിൽ വലുപ്പത്തിൽ 1 ഇഞ്ചിയുടെ പീസ് ഇതാട്ട വണ്ണം. ഈ വണ്ണം നേരെ നോട്ട് ചെയ്ത് വെച്ചോളി. ഈ വണ്ണം എന്തായാലും അതിൽ കുറയാൻ പാടില്ല. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു 3 വലിയ ഉള്ളി, പിന്നെ 2 പകുതി ഉള്ളി, നല്ല പൗത്ത തക്കാളി ഒരു 4 ഒരൊറ്റ മരത്തിലായിരിക്കണം. അതുപോലെ തന്നെ ഒരു 7 പച്ചമുളക് അതൊരു മരത്തിലായിരിക്കണം. പിന്നെ പട്ട, അതുപോലെ തന്നെ ഏലക്കായി, ഗ്രാമ്പു. ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ നമ്മൾ ആ വണ്ണുള്ള ഇഞ്ചി ഉണ്ടല്ലോ അത് നേരെ ഇടിച്ച് ചതച്ചെടുക്കും. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി മഴ ചതച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇങ്ങനെ തീർച്ചു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ചതച്ചതിന് ശേഷം വെളുത്തുള്ളി, അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ടാലും മതി, പിന്നെ എടുക്കും പോകും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആടിന്റെ മുളക് തക്കാളി ഉള്ളി കട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് മാറ്റി വെച്ചാൽ 7 പച്ചമുളക് ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ വെക്കിച്ച് അത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ പട്ട ഒരു 4 പീസ്, ഗ്രാമ്പുകളുടെ സാമ്പത്തിനനുസരിച്ച് കൂട്ടും ചെയ്യുക, കുറക്കും ചെയ്യുക. ഏലക്കായി അതേമാതിരി തന്നെയാണ്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാട്ടുള്ളത് കുറച്ച് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ചിന്തിച്ചാതെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 11 21 ഇടയിലായിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. നല്ല മൂപ്പുള്ള നോക്കിയിട്ടുള്ളിലേക്ക് വലിയത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കൂടുതൽ ചിന്തിച്ചാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ആവശ്യമുള്ള വെള്ളം പാരണം കൊടുക്കുക. ഞാൻ നല്ല ചൂടുള്ള വെള്ളം പാരണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് കൂട്ടിക്കോയ്ക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തിളപ്പിച്ചിട്ടുള്ള വേസ്റ്റ് ഒക്കെ മുക്കി മാറ്റി അങ്ങനെ ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ എന്ത് ചെയ്യുക, പായയുടെ കുണം കിട്ടൂല. എന്നിട്ട് എന്ത് ചെയ്യുക, തിജ്ജ് കത്തിക്കുക, നേരെ ചട്ടി അടുപ്പിന്റെ മുകൾക്കാണ് വെക്കുക. അങ്ങോട്ട് മൂടി വെക്കുക. മൂടി വെച്ച് ഏകദേശം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് തുറന്നു നോക്കിയാൽ എല്ലാ ഭാഗത്തും തളയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ആ മൂടിന്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കി വെക്കുക. ഇതിവിടെ കുക്കറിലാത്തോണ്ടാട്ടോ. കുക്കറിലുള്ളവർക്ക് എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത് അതാണ്. എത്ര വിസിലടിക്കണം എന്നുള്ളത് കുക്കറിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് പരിചയമില്ല, അതുകൊണ്ട് എനിക്ക് അതോട്ട് പറയാനും പറ്റൂല. മൂടി വെക്കുക, അതിന്റെ മുകളിൽ ഒരു കനവും കയറ്റി വെക്കുക. 1 മണിക്കൂർ ചെറിയ തിജ്ജിലാണ് വെച്ചാൽ ഈ കോലത്തിലായിട്ടുണ്ടാവും. ഞാനിപ്പോ പായൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം നെജ്ജുണ്ടാവും. കൂടുതൽ അത് പാരുന്നത് എണ്ണയാണ്. എണ്ണ ഇങ്ങോട്ട് പാർന്നിട്ട് ഇങ്ങോട്ട് കുളിപ്പിച്ചാണ്. ഇങ്ങോട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ പായ ഇങ്ങനെ വളമ്പുമ്പോൾ അതിന്റെ മുകളിൽ എണ്ണ വെക്ക് ഇങ്ങനെ കാണാം. നമ്മൾ വിചാരിച്ചു നെജ്ജാണ്. ഇങ്ങോട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്തു വച്ചിട്ട് മല്ലിച്ചപ്പും വേപ്പിന്റെയൊക്കെ പാടെ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പായയുടെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടമാനം എണ്ണയും വേണം. അതുപോലെ തന്നെ ചെറിയ തിജ്ജിന് വെച്ച് വേവിച്ചാൽ ആ എല്ലൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞ് ഭസ്മമാരി ആയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാൻ അഭിപ്രായങ്ങൾ അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. ഇതും ഒരു പായയാണ്. എന്നാൽ കറിയുടെ മാതിരിയാണെങ്കിലും പക്ഷെ കറിയുടെ ടേസ്റ്റും ഇല്ല. പായ വേറെ ലെവലാണ്. കാണുമ്പോൾ കാണാം. ബൈ.